ഡോക്ടർ ചോറ് നിർത്തിയിട്ടുണ്ട്, ഇപ്പൊ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേര് ഒപിയിൽ പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം പറയാം, ചോറ് മാറ്റി ചപ്പാത്തി കഴിച്ചുകൊണ്ട് മാത്രം നമ്മുടെ വണ്ണം കുറയില്ല. നമ്മുടെ പ്രമേഹം നമുക്ക് നിയന്ത്രണത്തിലാക്കാൻ പറ്റില്ല. നമ്മുടെ കൊളസ്ട്രോൾ മാറില്ല. കാരണം പ്രശ്നം ചോറ് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന അളവും എന്തിനൊപ്പം കഴിക്കുന്നു എന്നുള്ളതും അതിനു പകരം എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഒരു മാസം ഡയറ്റ് ചെയ്തു വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളത്. കാരണം നമുക്ക് അറിയുന്ന ഓപ്ഷൻസ് കുറവല്ലേ. ഒന്നുകിൽ ചോറ് മാറ്റിയ ചപ്പാത്തി, അത് മാറ്റിയാല് ദോശ, പുട്ട്, അങ്ങനെ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ അടുക്കളയിൽ തന്നെ അതിനേക്കാൾ മികച്ച നല്ല ഓപ്ഷനുകൾ ഉണ്ട്. ഇനി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോന്ന് നമ്മൾ റാങ്ക് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ, അതിന് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചോറിന് പകരം കഴിക്കാൻ പറ്റുന്ന 5 മികച്ച ഭക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഇതുകൊണ്ട് നമ്മൾ വണ്ണം കുറയ്ക്കുക എന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കൂടുതൽ സമയം വയറ് നിറഞ്ഞതായിട്ട് തോന്നാനും അമിതവിശപ്പ് കുറയ്ക്കാനും ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം, കൊളസ്ട്രോള്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഫാറ്റി ലിവർ പോലെയുള്ള ഒരുപാട് ജീവിതശൈലി അസുഖങ്ങൾ നമുക്ക് ഇതുമൂലം മാറ്റാൻ പറ്റും. അപ്പൊ അതിന് സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നോക്കാട്ടോ. അതിനോടൊപ്പം ഓരോന്നും വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാന്നുള്ള 5 റെസിപ്പികൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പൊ ദിവസം ഒരേ ചോറ് കഴിച്ച് മടുത്തവരായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ച് മടുത്തവരായിരിക്കും. അപ്പൊ ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിങ്കൾ മുതൽ ഞായർ വരെ ഓരോ ദിവസവും ഓരോ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനുകൾ പരീക്ഷിക്കാൻ പറ്റും. ഇതിൽ തന്നെ നിങ്ങൾക്കൊരു പ്ലാൻ കിട്ടും കേട്ടോ. ഒരു പ്രധാന കാര്യം പറയാം, നിങ്ങൾ ചോറ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. ചോറ് കഴിക്കുന്നവരാണെങ്കിൽ പ്ലേറ്റിന്റെ ഒരു 1/4 ഭാഗം മാത്രം ചോറ് എടുക്കുക, ബാക്കി 1/4 ഭാഗം പ്രോട്ടീൻ എടുക്കുക, ബാക്കി 1/2 ഭാഗം പച്ചക്കറികൾ നിറയ്ക്കുക. ഇങ്ങനെ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിലൊക്കെ എത്താൻ പറ്റും. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ അടുത്ത ആഴ്ച മുതൽ പരീക്ഷിക്കാൻ പോകുന്ന 5 മികച്ച ഓപ്ഷനുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ചെയ്തു നോക്കൂ കേട്ടോ. അവസാനത്തെ റെസിപ്പി ഒരു പ്രത്യേക സൂപ്പർ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആയുർവേദിക് ടീം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നമുക്ക് ഓരോ ലിസ്റ്റ് ആയിട്ട് നോക്കാട്ടോ. അപ്പൊ ഈ ലിസ്റ്റിൽ നമ്മൾ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് കിൻവയ്ക്കാണ്. ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 10ൽ 9.5 മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പലരും കിൻവ എന്ന് കേൾക്കുമ്പോൾ അതൊരു പുതിയ സൂപ്പർ ഫുഡാന്ന് കരുതും. പക്ഷെ ലോകത്തിന്റെ പല ഭാഗത്തും പലരും പ്രധാന ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു ധാന്യ സദൃശ്യമായിട്ടുള്ള നമ്മുടെ കിൻവ. എന്തുകൊണ്ടാണ് ഇത്ര ഉയർന്ന മാർക്ക് കൊടുത്തത്? കാരണം ഇത് ചോറിന് വെറും പകരക്കാരൻ മാത്രമല്ല, പോഷക മൂല്യത്തിന്റെ കാര്യത്തിൽ നോക്കിയാൽ ഇത് വളരെ നല്ലൊരു തെരഞ്ഞെടുപ്പായിരിക്കും. ഇതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഇതിലുണ്ട്. അതോടൊപ്പം നല്ല അളവിൽ നമുക്ക് അതിൽ നിന്ന് ഫൈബറും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ അളവിൽ നമ്മളൊരു കൈപ്പിടിയിൽ ഉള്ള കിൻവ കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞതായിട്ട് തോന്നും. നമ്മുടെ അമിതമായിട്ടുള്ള വിശപ്പ് കുറയ്ക്കാൻ പറ്റും, വണ്ണം നിയന്ത്രിക്കാൻ പറ്റും, രക്തത്തിലെ ഷുഗർ പെട്ടെന്ന് ഉയരുന്നത് കുറയ്ക്കാൻ പോലും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. കിൻവ കൊണ്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ് കിൻവ വെജിറ്റബിൾ ഉപ്മ. എങ്ങനെയാന്ന് പറയാം കേട്ടോ. കിൻവ ഒരു 5-6 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതിൽ പ്രോട്ടീൻ ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് വൻപയറും നിങ്ങൾ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ എടുക്കുക, 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക, അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിലേക്ക് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് വെന്ത് വന്നിട്ട് അതിലേക്ക് വൻപയറും അതുപോലെ കോൺ ഉണ്ടെങ്കിൽ, ഓപ്ഷനിലാണ്, ഇതൊന്നും നിർബന്ധമില്ല, കോൺ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കിൻവ നന്നായിട്ട് കഴുകിയത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 1 കപ്പ് കിൻവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ അത് അടച്ചു വെക്കുക. എന്ന് അത് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും അല്പം നാരങ്ങാനീരും ഒക്കെ ചേർത്താൽ നമ്മുടെ ഈ റെസിപ്പിയുടെ രുചി കൂടെയുള്ളൂ. കിൻവ ഉപ്പുമാവ് ഉണ്ടാക്കുക ഇങ്ങനെയാണ്. ഇതൊരു നല്ലൊരു ബാലൻസ്ഡ് മീലാട്ടോ. കാർബോഹൈഡ്രേറ്റ് അല്ല, അത് മാത്രമല്ല അതിലുള്ള പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. ഇതൊക്കെ ഒറ്റ പ്ലേറ്റിൽ നിന്ന് തന്നെ കിട്ടുന്നതിനാൽ നമുക്ക് കൂടുതൽ ഊർജം കിട്ടും, കുറേ സമയം വയറ് നിറഞ്ഞ പോലെ തോന്നും. കിൻവ ഇത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഒരു റെസിപ്പി മാത്രമല്ല, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് കിൻവ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. കിൻവ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, കിൻവ ലെമൺ റൈസ് ഉണ്ടാക്കാം,
കിൻവ സാലഡ് ഉണ്ടാക്കാം, കിൻവ കൊണ്ട് ഇനി കിച്ചടി ഉണ്ടാക്കാം, കിൻവ പൊങ്കൽ ഉണ്ടാക്കാം. അങ്ങനെ നിരവധി വിഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കിൻവയ്ക്ക് 10ൽ 9.5 മാർക്ക് കൊടുത്തത് കേട്ടോ. അപ്പൊ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി ആരംഭിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചോറിന് പകരം പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ് കിൻവ എന്നുള്ളത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് രാഗിയാണ്. രാഗി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, ആദ്യം ഓർമ്മ വരുന്നത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അല്ലെ. പക്ഷെ സത്യം എന്താണെന്നറിയോ, രാഗി കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ പ്രായക്കാർക്കും അത്യാവശ്യമായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു ധാന്യമാണ്. രാഗിയിൽ നല്ല അളവിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലുകളുടെ, പല്ലുകളുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ഭക്ഷണത്തിൽ രാഗി നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം. കാരണം ഒരു മെനപ്പോസ് ഒക്കെ, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവരുടെ എല്ലിന്റെ ബലമൊക്കെ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ രാഗിയിൽ അയൺ ഉണ്ട് കേട്ടോ. അത് ശരീരത്തിലെ ഇരുമ്പിന്റെ അളവ് നിലനിർത്താനും നമ്മുടെ ബ്ലഡ് ഒക്കെ കൂടാനും അത് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട്. അതുകൊണ്ട് അത് കഴിച്ചാൽ വയറ് നിറഞ്ഞ പോലെയുള്ള തോന്നൽ ഉണ്ടാവും. കൂടുതൽ നേരം വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വിശക്കാതിരിക്കാനും അതുപോലെ കുറേ സമയം ഫില്ലായി നിൽക്കാനും ഒക്കെ ഇത് നല്ല ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഉച്ചത്തെ ഭക്ഷണത്തിലാണെങ്കിലും ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും രാഗി ഉൾപ്പെടുത്താൻ നോക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്കൊരു റെസിപ്പി പരിചയപ്പെടാം കേട്ടോ. രാഗി പത്തിരിയാണ്. ഇതിന് കൊടുക്കുന്ന മാർക്ക് 9ൽ നമുക്കൊരു 10ൽ 9 മാർക്ക് ഇതിന് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് ഉണ്ടാക്കുന്ന വിധം എന്ന് പറയുന്നത്, ഒരു കപ്പ് രാഗിപ്പൊടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് തിളച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ നെയ്യ് എന്ന് പറയുന്നത് പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. വൈറ്റമിൻ ഡി പോലെയുള്ള നല്ല പോഷക മൂല്യമുള്ള ഒരു സംഭവം കേട്ടോ നെയ്യ്. അങ്ങനെ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് 10 മിനിറ്റ് നിങ്ങൾ അടച്ചു വെക്കുക. അതൊന്ന് സെറ്റ് ആവാൻ അനുവദിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് നോക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാവ് നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്കൊരു ബോർഡ് എടുത്തിട്ട് രാഗിപ്പൊടി ഒക്കെ വിതറിയിട്ട് അത് പരത്തിയെടുക്കാം. അധികം കട്ടി കുറയാതെ, നല്ല കട്ടി കൂടാതെ ഒരു പാകത്തിന് പരത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് 2 വശവും നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള രാഗി പത്തിരി റെഡി ആയിട്ടുണ്ട്. രാഗി ഉപയോഗിച്ചിട്ട് ഇതുപോലെ വേറെ നല്ല ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. രാഗി ദോശ ഉണ്ടാക്കാം, പുട്ട് ഉണ്ടാക്കാം, രാഗി ഇഡ്ഡലി ഉണ്ടാക്കാം, രാഗി ഉപ്മാവ് ഉണ്ടാക്കാം, രാഗി കഞ്ഞി ഉണ്ടാക്കാം, രാഗി മുദ്ദ പോലെയുള്ള കുറെ റെസിപ്പികൾ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഈ ഒരു ഒറ്റ രാഗി മാത്രം നിങ്ങൾ ഒരാഴ്ചയിൽ 1-2 ദിവസം മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ 2 ഓപ്ഷൻ പരിചയപ്പെട്ടു അല്ലെ. മൂന്നാമത്തെ ലഞ്ച് ഓപ്ഷൻ എന്ന് പറയുന്നത് ചോറിന് പകരം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് ബാർലി. പലരും ബാർലിയെ ചില രോഗികളുടെ ഭക്ഷണം എന്നുള്ള രീതിയിലൊക്കെ കാണുന്നുണ്ട് അല്ലെ. പക്ഷെ യഥാർത്ഥത്തിൽ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക്, ഹാർട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ഫുഡാണ് നമ്മുടെ ബാർലി എന്നുള്ളത്. അതൊരു ഹോൾ ഗ്രെയിൻ ആട്ടോ. ബാർലിക്ക് ഞാനൊരു 10ൽ 9 മാർക്ക് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര കൂടുതൽ മാർക്ക് കൊടുത്തതെന്നറിയോ? കാരണം ഇതിന്റെ പോഷക മൂല്യം വളരെ കൂടുതലാണ്. ഇതില് പ്രോട്ടീൻ കുറവാട്ടോ. അതുകൊണ്ട് നമ്മൾ ബാർലി മാത്രം കഴിക്കാതെ അതിന്റെ കൂടെ പയറുവർഗ്ഗങ്ങളോ കടലയോ പനീർ, മുട്ടൻ, ചിക്കൻ പോലെയുള്ള പ്രോട്ടീൻ സോഴ്സ് കൂടി ചേർത്ത് കഴിച്ചാൽ അതൊരു കംപ്ലീറ്റ് മീലാവേ. അപ്പൊ നമുക്ക് ബാർലിയുടെ ഗുണങ്ങൾ നോക്കാം. ബാർലിയിൽ ഫൈബർ ഉണ്ട്. അതുപോലെ പ്രത്യേകിച്ച് ബീറ്റ ഗ്ലൂക്കൺ എന്നുള്ള ഒരു സോലുബിൾ ഫൈബർ ഉണ്ട്. ഈ ഫൈബർ നമ്മുടെ ദഹനം പതുക്കെയാക്കും. അതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷം രക്തത്തിൽ പഞ്ചസാര പെട്ടെന്ന് ഉയരും അല്ലെ. ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ അത് ഈ ബാർലി കഴിച്ചാൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ല ധാന്യമായിട്ടാണ് ബാർലി പറയുന്നത്. അതേ ഫൈബർ തന്നെ ഇതിൽ കൂടുതൽ നേരം നമ്മുടെ വയറ് ഫില്ലായി നിൽക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാർലി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നത് കുറയും. ഈ വിശപ്പ് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞാൽ തന്നെ നമ്മൾ മൊത്തം കലോറി ഇൻടേക്ക് കുറയും. അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ഈ ബാർലി കഴിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. നല്ല ഫുഡാണ്. അതുപോലെ തന്നെ ഈ ബാർലിയിൽ ഫൈബർ ഉണ്ട്. ആ ഫൈബർ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. കുടലിലെ നല്ല ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബാർലി റെസിപ്പി പരിചയപ്പെടാം. ബാർലി മസാലയാണ്. ബാർലി ഒരു 5-6 മണിക്കൂർ നിങ്ങൾ കുതിർക്കാൻ വെക്കണം. ശേഷം അത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒന്നെങ്കിൽ 2 ഇരട്ടി വെള്ളം ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ 4-5 വിസിൽ വെച്ചിട്ട് വേവിക്കാം. എന്റെ ഐഫിറ്റിൽ ഒരു ക്ലയന്റ് ബാർലി ഫുഡ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിരുന്നു കേട്ടോ.
ഭയങ്കര സന്തോഷായേ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന റെസിപ്പികളൊക്കെ ഓരോരുത്തർ പരീക്ഷിച്ചിട്ട് അത് നന്നായി എന്ന് പറഞ്ഞ് അവർ കഴിക്കുമ്പോൾ ഒരു ഹെൽത്തി ഫുഡ് ആണെന്നുള്ള രീതിയിൽ നമുക്കത് ഭയങ്കര ഹാപ്പി ആവുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയണേ. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് വെന്താല് ഈ ബാർലി നന്നായിട്ട് സോഫ്റ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് അത് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക, കടുക്, ജീരകം, കറിവേപ്പില ഒക്കെ അതിലൊന്ന് ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി ഇവയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസിന്റെ അളവ് അതിൽ കൂടുക കേട്ടോ. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കുറച്ച് നാരങ്ങാ ജീരകം കൂടി ചേർത്താൽ അത് കുറച്ചുകൂടി ടേസ്റ്റി ആവും കേട്ടോ. എന്നിട്ട് അതിൽ 2 മിനിറ്റ് നേരം നമുക്ക് അടച്ചിട്ട് വേവിക്കാൻ വെക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബാർലി ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അവസാനം മല്ലിയിലൊക്കെ ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തോളൂ. നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള ബാർലി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബാർലി ഉപയോഗിച്ച് ഇതുപോലെ വേറെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ബാർലി വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം, ബാർലി കിച്ചടി ഉണ്ടാക്കാം, ബാർലി സൂപ്പ് ഉണ്ടാക്കാം, ബാർലി ഉപ്മാ ഉണ്ടാക്കാം, ബാർലി കഞ്ഞി വരെ ഉണ്ടാക്കാം. അപ്പൊ ചോറിന് പകരം ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് ബാർലി ഉൾപ്പെടുത്താൻ പറ്റും. ഇത് ഇങ്ങനെ ചെയ്താൽ തന്നെ അത് വെയിറ്റ് ലോസിന് സഹായിക്കും, ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവാൻ സഹായിക്കും, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം കൂടാൻ സഹായിക്കും. ചെറിയൊരു മാറ്റം അല്ലെ, പക്ഷെ വലിയ ആരോഗ്യ ഗുണങ്ങൾ ഈ ബാർലിക്ക് ഉണ്ട്. അപ്പൊ ഇനി അടുത്ത ഓപ്ഷനെ കുറിച്ച് പറയാം. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാലും ചിലർക്ക് ഒരു 2-3 മണിക്കൂറിനുള്ള വിശക്കും അല്ലെ. അപ്പൊ ഇന്നത്തെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാണേ. ഇതുവരെ നമ്മൾ അതിന് പകരമായിട്ട് പറഞ്ഞത് കിൻവ പറഞ്ഞു, ബാർലിയെ കുറിച്ച് സംസാരിച്ചു, രാഗിയെ കുറിച്ച് സംസാരിച്ചു. ഇനി പറയാൻ പോകുന്നത് അടുത്ത ഓപ്ഷൻ എന്നുള്ളത് സൂചി ഗോതമ്പാണ്. ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയാണ്, വെള്ളച്ചോറിന് പകരം ഏറ്റവും പ്രായോഗികമായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് സൂചി ഗോതമ്പ്. എന്തുകൊണ്ടാണെന്നറിയോ ഈ സൂചി ഗോതമ്പ് നല്ലതാന്ന് പറയുന്നത്? അതിൽ ധാരാളം ഫൈബർ ഉണ്ട്. അതുകൊണ്ട് ദഹനം പതുക്കെയാവുകയും കൂടുതൽ നേരം വയറ് നിറഞ്ഞ പോലെ തോന്നുകയും ചെയ്യും. അടുത്തത്, അത് രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവര്, പ്രമേഹ സാധ്യതയുള്ളവരൊക്കെ ഇത് നല്ലൊരു തെരഞ്ഞെടുപ്പാണ് അവർക്കൊക്കെ. ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇത് വയറ് കുറേ സമയം നമുക്ക് അത് ഫുള്ളായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ക്രേവിങ്സ് ഒക്കെ കുറയും കേട്ടോ. ഇതിൽ വൈറ്റമിൻ ബി പോലുള്ള, മഗ്നീഷ്യം, ഇരുമ്പ് പോലുള്ള നല്ല പോഷകങ്ങളുണ്ട്. അത് ശരീരത്തിന് നല്ല ഊർജം ലഭിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിലേക്ക് ധാരാളം പച്ചക്കറികളും ഗ്രീൻ പീസും ഒക്കെ ചേർക്കുമ്പോൾ ഫൈബറും പ്രോട്ടീനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ലഞ്ചായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ റാങ്ക് പറയാം. ഒരു 10ൽ 9.5 മാർക്ക് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും. കാരണം ഇത് വയറ് നിറയാൻ സഹായിക്കുന്നുണ്ട്, ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്, രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോറിന് പകരം 1-2 ദിവസം നിങ്ങൾക്ക് ഇത് ലഞ്ചായിട്ട് ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ഉപ്മാവാട്ടോ തയ്യാറാക്കുന്നത്. ആദ്യം ഒരു പാൻ എടുത്തിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക, ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ്, കടുക്, ജീരകം ഇവ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി ഇവ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നല്ല നല്ല പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. പ്രോട്ടീൻ കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് പെട്ടെന്ന് വേവുന്ന ഗ്രീൻ പീസ് കിട്ടും കേട്ടോ, അത് അതിലേക്ക് ഉപയോഗിക്കാം. കൂടാതെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ്, ബീൻസ് ഇവയൊക്കെ നന്നായിട്ട് ഒരു 3 മിനിറ്റ് ഒക്കെ നിങ്ങളൊന്ന് വേവിക്കാൻ വെക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം 2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഏകദേശം 5 മിനിറ്റ് തിളപ്പിക്കുക. ഇനി അതിലേക്ക് സൂചി ഗോതമ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഈ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള നല്ല ഫൈൻ ആയിട്ടുള്ള സൂചി ഗോതമ്പാണ്, നിങ്ങൾക്ക് വലുപ്പമുള്ളത് ഉപയോഗിക്കാം. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ വേണ്ടി വരും ഇതൊന്ന് വെന്ത് വരാന്. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സാധാരണ ഉപ്പുമാവല്ല കേട്ടോ, ഒരുപാട് ഫൈബറും പ്രോട്ടീനും ഒക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. ഇനി അടുത്തൊരു ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്സ് ആണ്. നമ്മൾ ഇതുവരെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലെ. ബാർലിയെ കുറിച്ച് പറഞ്ഞു, രാഗിയെ കുറിച്ച് പറഞ്ഞു, സൂചി ഗോതമ്പ് പറഞ്ഞു, കിൻവ പറഞ്ഞു. അപ്പൊ 5ാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ഓട്സ് ആണ്. ഈ ഓട്സ് വാങ്ങുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണേ. സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ഏറ്റവും നല്ലത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ. ഇത് ലഭ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് റോൾഡ് ഓട്സ് തിരഞ്ഞെടുക്കാം. ഇൻസ്റ്റന്റ് ഓട്സ് അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഓട്സ് ഇത്ര മികച്ചതാണെന്ന് അറിയോ? ഓട്സിൽ ബീറ്റ ഗ്ലൂക്കൺ എന്നുള്ള ഒരു പ്രത്യേക ലയിക്കുന്ന ഫൈബർ ഉണ്ട്. ഈ ഫൈബർ ഓട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്.
ഇത് കൂടുതൽ നേരം വയറ് നിറഞ്ഞതായിട്ട് തോന്നാനും ഇടയ്ക്കുള്ള വിശപ്പൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഓട്സ് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കാരണം അത് കലോറി നിയന്ത്രിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരുന്നതും അത് കുറയ്ക്കുന്നുണ്ട്. പ്രമേയമുള്ളവർക്ക് ഓട്സ് നല്ലൊരു ഓപ്ഷനാണ്. ഹൃദയാരോഗ്യത്തിന്, അതുപോലെ ഈ ബീറ്റ ഗ്ലൂക്കൻ എന്നുള്ളത് മോശം കൊളസ്ട്രോൾ LDL കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. കുടലിന്റെ ആരോഗ്യത്തിനും ഇത് വളരെയധികം നല്ലതാണ്. ഫൈബർ കൂടുതൽ ഉണ്ടായിരുന്നാൽ അത് ദഹനം മെച്ചപ്പെടുത്തുന്നുണ്ട്, മലബന്ധം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് ഒരു 10ൽ 9.5 മാർക്ക് കൊടുക്കാം. കാരണം ഇതിന് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് അതിന്റെ ഒരു നല്ല റെസിപ്പി പരിചയപ്പെടാം. ഇത് റെസിപ്പി എന്ന് പറയുന്നത് ഓട്സ് ദോശയാണ്. അത് ഉണ്ടാക്കുന്ന വിധം പറയാട്ടോ. ഒരു കപ്പ് ഓട്സ് എടുക്കുക. റോൾഡ് ഓട്സ് ആണ് നല്ലത്. അതൊന്ന് പൊടിച്ചെടുക്കുക. അതൊരു ബൗളിലേക്ക് മാറ്റുക കേട്ടോ. അതിലേക്ക് ഒരു 1/4 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, എന്നിട്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കൂ കേട്ടോ. ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സാധാ ദോശമാവ് പോലെയല്ല, കുറച്ചും കൂടി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഏകദേശം ഒരു 30 മിനിറ്റ് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ മാവിന്റെ കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് അതൊരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ദോശ ബാറ്റർ ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ മറ്റേ ഭാഗം കൂടി വേവിക്കാം കേട്ടോ. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓട്സ് ദോശ റെഡി ആയിട്ടുണ്ട്. ഓട്സ് കൊണ്ട് ദോശ മാത്രമല്ല കേട്ടോ, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാം, ഓട്സ് കിച്ചടി ഉണ്ടാക്കാം, ഓട്സ് ഇഡ്ഡലി ഉണ്ടാക്കാം, ഓട്സ് ചപ്പാത്തി ഉണ്ടാക്കാം. ഈ ചപ്പാത്തിയുടെ മാവിന്റെ കൂടെയൊക്കെ ഓട്സ് ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഓട്സ് പുട്ട്, ഓട്സ് പാൻകേക്ക് തുടങ്ങി ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ചോറിന് പകരം നമുക്ക് എന്നും ചപ്പാത്തി മാത്രം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം രാഗി, മറ്റൊരു ദിവസം ബാർലി, അടുത്ത ദിവസം സൂചി ഗോതമ്പ്, മറ്റൊരു ദിവസം ഓട്സ്, അങ്ങനെ മാറി മാറി കഴിക്കുമ്പോൾ ശരീരത്തിന് കൂടുതൽ പോഷകങ്ങൾ കിട്ടും കേട്ടോ. അതാണ് നമ്മുടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചോറിന് പകരം കഴിക്കാൻ പറ്റുന്ന 5 മികച്ച ഓപ്ഷനുകൾ കണ്ടു അല്ലെ. ഇനി ഒരു കാര്യം പറയട്ടെ, ചോറ് മുഴുവനായിട്ട് ഒഴിവാക്കണമെന്ന് നമ്മൾ പറയുന്നേ ഇല്ല. പക്ഷെ അത് എത്ര കഴിക്കുന്നു, എന്തിന്റെ കൂടെ കഴിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ചോറ് കഴിക്കണമെങ്കിൽ കഴിക്കാം. ഒരു പ്ലേറ്റിന്റെ 4 ഭാഗമാക്കി ഭാഗിക്കുക. ഒരു ഭാഗം മാത്രം ചോറ് എടുക്കുക. അടുത്ത ഒരു 1/4 ഭാഗം എന്നുള്ളത് പ്രോട്ടീൻ എടുക്കുക. ബാക്കി 1/2 ഭാഗം, ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മീനാവാം, ചിക്കൻ ആവാം, മുട്ടയാവാം, പയറുവർഗ്ഗങ്ങൾ ഏതെല്ലാം ആകാം. ബാക്കി പകുതി, ആ പ്ലേറ്റിന്റെ ബാക്കി പകുതിയും പച്ചക്കറികളായിരിക്കണം. ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണെങ്കിൽ ചോറ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും, വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ സന്ദേശം എന്നുള്ളത് ചോറ് ഉപേക്ഷിക്കൂ എന്നല്ല. നമ്മുടെ മലയാളികൾക്ക് ചോറില്ലാതെ ജീവിക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ചോറിന് പകരം ചപ്പാത്തി മാത്രം കഴിച്ച് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയല്ല, അവർക്ക് പല ഓപ്ഷനുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചോറിന് പകരം കൂടുതൽ പോഷക മൂല്യമുള്ള ഫൈബറുകളുള്ള 5 ഓപ്ഷനുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഒരേ ദിവസം ഒരേ ഭക്ഷണം കഴിക്കാതെ പല ദിവസങ്ങളും മാറി മാറി കഴിക്കാം. ഇനി കുറച്ചൊക്കെ ചോദ്യം ചോദിക്കാം കേട്ടോ. ഈ ഓപ്ഷനുകളിൽ നിങ്ങൾ ആദ്യം ഏതാ പരീക്ഷിക്കാൻ പോകുന്നത്? നിങ്ങൾ സ്ഥിരമായിട്ട് ചോറിന് പകരം കഴിക്കുന്ന മറ്റെന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ പറയൂ കേട്ടോ. നിങ്ങളുടെ ഈ കമന്റ് എന്നുള്ളത് മറ്റുള്ളവർക്ക് നല്ല ഐഡിയകളായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തുടങ്ങിയാൽ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അടുത്ത വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾ ഇന്ന് പലർക്കും വണ്ണം കൂടുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഡിന്നറും കൂടിയാ അല്ലെ. അപ്പൊ രാത്രി എന്ത് കഴിക്കണം, എത്ര മണിക്ക് കഴിക്കണം, നല്ല ഡിന്നർ ഓപ്ഷനുകൾ, വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവര് രാത്രി എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം ഒഴിവാക്കണം എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഭക്ഷണം നല്ല ഹെൽത്തി ആയിട്ട് ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.